ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എങ്കിൽ പോലും നമ്മുടെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കണം എന്ന ഒരു ബോധ്യത്തിന് പുറത്ത് സംസാരിക്കുകയാണ്. അതായത് നിലവിൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് ഒരുപാട് ഫണ്ട് ചെലവഴിക്കുന്നു എന്ന് പറയുന്ന സമയത്തും അതൊന്നും കൃത്യമായി ആളുകളിലേക്ക് എത്താത്തതിൻ്റെയും ഇരകളായിട്ട് മാറുന്നത് ശരിക്കും ആദിവാസി ദളിത് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പം ഈ ഗ്രാൻറ്റിൻ്റെ വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ കുറേ പേര് സംസാരിച്ചപ്പോൾ കേട്ടു പുതിയ തലമുറയ്ക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ കേട്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഈ ഗ്രാൻറ്റിൻ്റെ വിഷയങ്ങൾ സംസാരിച്ചതും അത് ആളുകളുടെ മുമ്പിൽ അത്യാവശ്യം ശ്രദ്ധ നേടിയതും അതിനെക്കുറിച്ച് സംസാരിച്ചതുമൊക്കെ നമ്മളുടെ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. മാത്രമല്ല ഇനിയും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇനി ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പുതിയ തലമുറയും ഈ വിഷയങ്ങളിൽ, അതായത് ഈ ഗ്രാൻറ്റ് കിട്ടാത്തത് കൊണ്ടോ അവർക്ക് ആ അവകാശപ്പെട്ട വിദ്യാഭ്യാസ അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും ഗവൺമെൻറ്റിൻ്റെ പുറകെ അല്ലെങ്കിൽ സമരം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ഗതികേട് വരാതിരിക്കട്ടെ. അപ്പോൾ അതിൽ ഇനി നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ ഇടപെടുന്നതിലൂടെ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. ഒരു മിനിറ്റ്. അധ്യക്ഷൻ രേഷ്മ KR നമ്മുടെ ആദിവാസി ഗോത്ര മഹാസഭയുടെ മുത്തങ്ങ സമരനായകൻ രമേശിൻ്റെ മകളാണ്. രമേശ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാ. ഈയിടെ നരിവേട്ടയിലുള്ള താമി എന്ന് പറയുന്ന മുടിയെ കുളർത്തിയൊരു കഥാപാത്രമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സമരകാലഘട്ടത്തിൽ തന്നെ മുത്തങ്ങ അനുഭവമുള്ള വിദ്യാർത്ഥിനിയാണ്. രേഷ്മയുടെ സഹോദരൻ വലിയൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ബിനാലയിൽ രാഹുൽ പുസ്കിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു കലക്റ്റീവാണ് ആദിശക്തി സമ്മർ സ്കൂൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് collective called Adishakti Summer School, and that has been working for last 7 years, supporting especially from tribal area and most backward Dalit community like Vedar, Chakliya, Nayadi, etc. There's a platform called Adishakti Summer School, and they have been figureheading this issue of e-grants for the last 4-5 years.